ശ്രീത്തെ, ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ വാദവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ മെയിനായിട്ടുള്ള ട്രംപാണ് ഇത് പരിഹരിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിനൊരു കൃത്യമായ വിവരം തന്നെ നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ട്രംപുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു തമാശ രൂപേണയാണ് എല്ലാ രാജ്യങ്ങളും എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തെ നാടുകടത്തുമെന്നാണ് ഈ ട്രംപ് പറയുന്നത്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളും അതോടൊപ്പം തന്നെ ലോക നേതാക്കളൊന്നും വലിയ പരിഗണന നൽകുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ജയശങ്കറിന്റെ പ്രസ്താവനയും വന്നിരിക്കുന്നത്. ജയശങ്കർ കൃത്യമായി തന്നെ പറയുന്നു, ഇദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയാണല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിർത്തുകയാണ്, ആ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുകയാണ്, അതിന് തൻ്റെ കഴിവാണ്, താൻ ഇടപെട്ടു എന്ന രീതിയിലാണ് പ്രസ്താവന വന്നത്. നാം പിന്നീട് അത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിലും കണ്ടിരുന്നു. അതിന് ഇന്ത്യക്കും പാകിസ്ഥാനും എന്താണോ സംഭവിച്ചത് അതിന് സമാനമായി തന്നെ ഇദ്ദേഹം ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയാണ്. ആ ഒരു പോസ്റ്റ് ഇട്ടതിന് തൊട്ട് പിന്നാലെ നമ്മൾ നിർത്തുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം വരും. കാരണം മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് ഇന്ത്യ നമ്മുടെ മെയിൻ ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള വിവരം പുറത്തു വരുന്നത്. പക്ഷെ അതിന് മുമ്പ് ട്രംപ് പറയുകയും ചെയ്തു. അപ്പൊ അവിടെയാണ് ഈ ഒരു സംശയം വന്നത്. അല്ല, ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് എത്തിയതായി പല രാജ്യങ്ങളിലും ചർച്ച ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാകുന്നത്. ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം അവർ പരിഹരിക്കുമ്പോൾ മൂന്നാമത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾ പറയുകയാണ് ഈ പ്രശ്നം പരിഹരിച്ച ഞാനാണെന്ന് പറയാൻ എളുപ്പമാണല്ലോ. ആ രീതിയിലാണ് എന്തായാലും ട്രംപിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ തുടക്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, ഞാൻ അധികാരത്തിൽ വരുന്നതിന് പിന്നാലെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാം, അതോടൊപ്പം തന്നെ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള രണ്ട് യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതെന്താണ്, അത് അയാൾ പ്രഖ്യാപിച്ച ഒരു നിലപാടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നിലപാട് പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വ്യക്തിയാണ് പുതിയ രണ്ട് യുദ്ധങ്ങളുടെ പിതൃ അവകാശവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഇന്ത്യ തുടക്കം തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ ജയശങ്കർ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ആ ദിവസം ഈ അവിടുത്തെ വൈസ് പ്രസിഡന്റ് മോദിയുമായി സംസാരിക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇത്തരം വെടിനിർത്തൽ കരാറിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഇങ്ങോട്ടൊരു വലിയ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി താൻ കേട്ടതുമായാണ് ജയശങ്കർ വ്യക്തമാക്കുന്നത്. ജയശങ്കറിനെ സംബന്ധിച്ച് അങ്ങനെ കള്ളം പറയേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇദ്ദേഹം വർഷങ്ങളായി തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലല്ലോ. അദ്ദേഹം ഈ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, വിദേശകാര്യ വിദഗ്ധനായിരുന്നു. അതിനുശേഷമായിരുന്നു രാജ്യസഭയിലൂടെ, അല്ലാതെ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുകയോ BJPയുടെ കൊടി പിടിച്ച് നടക്കുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. ഈ രാഷ്ട്രീയക്കാരന് തനിക്ക് വോട്ട് നേടണം, അതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് പല കള്ളങ്ങളും പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നതും. ട്രംപുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ വർഷങ്ങളായി നെഹ്റുവിന്റെ കാലം തൊട്ടുള്ള നിലപാടാണ്, ഇന്ത്യ മറ്റൊരു രാജ്യവുമായി പ്രശ്നത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ട എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. അതിപ്പോൾ നരേന്ദ്രമോദി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയാലും ഇനി അടുത്ത് വരുന്ന ഏതെങ്കിലും പ്രധാനമന്ത്രി ആയാലും അവർ ഈ നിലപാട് തന്നെയായിരിക്കും പിന്തുടരുക. കാരണം മറ്റൊരു രാജ്യവുമായി ഇന്ത്യ പ്രശ്നത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെ അത് പരിഹരിക്കാനുള്ള കഴിവുണ്ട്. ആ രീതിയിലേക്കുള്ള ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് തങ്ങളുടെ ശക്തി ഇന്ത്യ തിരിച്ചറിയുന്നത് കൊണ്ടാണ് മൂന്നാമതൊരു രാജ്യത്തിന്റെ ഒരു പിന്തുണ ആവശ്യമില്ലെന്ന് ഇന്ത്യ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യവും ഇന്ത്യ ആവർത്തിച്ച് പറയുകയാണ്. ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ വലിയ തിരിച്ചടി ഉണ്ടായല്ലോ, അവരുടെ ഈ താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുമ്പോൾ അവർ പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷമാണ് അവർ ഇന്ത്യയുമായി ബന്ധപ്പെടുകയും ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ചർച്ച നടക്കുകയും പിന്നീട് ആ സംഘർഷം അവസാനിക്കുന്നത്. അല്ലാതെ പക്ഷെ എനിക്ക് തോന്നുന്നു UN-ന്റെ ഒരു പ്രധാന പ്രതിനിധി എന്നുള്ള രീതി, അല്ലെങ്കിൽ അമേരിക്കയെ അത് അറിയിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം ഈ പറഞ്ഞോണം നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ അവിടെ അറിയിക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ആ അറിയിപ്പായില്ല, അറിയിച്ചത് ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ്. കാരണം രണ്ട് ആണവ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ രണ്ടുപേർ തമ്മിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട്
ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നപ്പോൾ നരേന്ദ്രമോദി 45 മിനിറ്റിലധികം അവരുമായി സംസാരിക്കുകയാണ്. കാരണം ഇപ്പോൾ രണ്ടുപേർ തമ്മിലടിക്കുമ്പോൾ അത് പരിഹരിക്കാൻ മൂന്നാമതൊരു കക്ഷി ഇടപെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് അങ്ങനെ ഇടപെടണ്ട. ഞങ്ങൾ അനാവശ്യമായി ഒരിടത്ത് സംഘർഷത്തിന് പോകാറില്ല. ഞങ്ങൾക്കെതിരെയാണ് ഭീകരവാദ പ്രവർത്തനവുമായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടന്നു വരുന്നത്. അവർക്ക് കൃത്യമായി തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറാകുക. അത് ചൈന ആയാലും പാകിസ്ഥാൻ ആയാലും ഏത് രാജ്യമായാലും തങ്ങൾ തിരിച്ചടിക്കുമെന്നത് ഇന്ത്യയുടെ നിലപാടാണ്. അത് നാം ഈ കോവിഡ് കാലത്ത് ചൈനയുമായി സംഘർഷിച്ച സമയത്ത് കണ്ടല്ലോ. ഇന്ത്യയുടെ കുറച്ച് പട്ടാളക്കാർ പെട്രോളിംഗ് നടത്തുമ്പോൾ അവരെ ആക്രമിക്കുകയും പിന്നീട് ഇന്ത്യ കൂടുതൽ സൈനികരെ എത്തിച്ച് അവിടെ തിരിച്ചടി നൽകുകയാണ്. അത് തന്നെയാണ് പാകിസ്ഥാനോടുള്ള നിലപാട്. പക്ഷേ അമേരിക്ക ഇതിൽ വലിയ നേതാവാകാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയ്ക്ക് എന്തായാലും തങ്ങളുടെ ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ കച്ചവടമാണ്, ആയുധ കച്ചവടമാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തെ ഈ സേനാ മേധാവിയെ അവർ ഇതിന് ശേഷം വിളിച്ച് സ്വീകരിക്കുകയാണ്. അസീം മുനീറിനെ അമേരിക്കയിൽ വിളിച്ച് ട്രംപിന്റെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ കാനഡയിൽ സന്ദർശനം നടത്തുന്ന നരേന്ദ്രമോദി അവിടേക്ക് ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ്? ട്രംപിന്റെ അജണ്ടയാണ് രണ്ട് പാകിസ്ഥാന്റെ അസീം മുനീറിനെ നരേന്ദ്രമോദി ഒരു വേദിയിലിരുത്തി വീണ്ടും ഒരു പ്രഖ്യാപനം നടത്താൻ. എങ്ങനെയാണ്? ഞാൻ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയിട്ടുണ്ട്, ഞാൻ സമാധാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ അവസാന ഘട്ടത്തിൽ പറയുകയാണ്. ഞാൻ എല്ലാ രാജ്യങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് സമാധാനത്തിന് വേണ്ടി പോരാടിയിട്ടും എനിക്ക് ക്രെഡിറ്റ് ലഭിക്കുന്നില്ല, അവസാനം എന്നെ എല്ലാവരും തള്ളിപ്പറയുകയാണെന്ന രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹം പറയുകയാണ്. പക്ഷെ അദ്ദേഹം എന്തായാലും ഒരു മാനസിക നില തെറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതാണ് ഞാൻ തുടക്കം തന്നെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഇലോൺ മസ്കാണ് കോടിക്കണക്കിന് രൂപ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ട്രംപിന് വേണ്ടി മുതൽ മുടക്കിയത്. പക്ഷേ ഇപ്പോൾ അവസാനം വിജയിച്ചപ്പോൾ ട്രംപിനെ തന്നെ ചവിട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. എന്തായാലും എലോൺ മസ്ക് അതിനുള്ള ചിലപ്പോൾ ഒരു മറുപടി കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായ അധികാരം ട്രംപിനാണല്ലോ. അപ്പോൾ 4 വർഷം എന്തായാലും ലോകരാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ അമേരിക്കയിലെ ജനങ്ങളും അദ്ദേഹത്തെ സഹിച്ചാൽ മാത്രമേ പറ്റൂ. അദ്ദേഹം ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രസ്താവനകൾ തുടരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്ന ഒരു പൊതുവായിട്ടുള്ള കാര്യം, ഈ ട്രംപിന് എങ്ങനെയെങ്കിലും ഈ 4 വർഷത്തിനുള്ളിൽ ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ഒരു ശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്പര രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവസാനം ഞാൻ തന്നെ ഇടപെട്ട് ആ സമാധാനം നടപ്പിലാക്കി എന്നൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതാണ് നാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ കണ്ടത്. ഇതിനു മുൻപ് അദ്ദേഹം 4 വർഷം അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ശത്രു ഇറാനായിരുന്നു. ഇറാനെ ആക്രമിക്കുക എന്നത് അന്നും അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു. പിന്നീട് വന്ന ബൈഡന്റെ കാലത്ത് അങ്ങനെ ഒരു ഇറാനുമായി സംഘർഷത്തിൽ ഏർപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് വീണ്ടും ട്രംപ് വന്നപ്പോഴാണ് ഈ സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകാം ഇത് ട്രംപിന്റെയാണ് ലക്ഷ്യമാണ് ഇറാനെ നശിപ്പിക്കുക എന്നത്, അവിടുത്തെ ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്നത് ട്രംപിന്റെ നിലപാടാണ്. അതാണ് ഇസ്രയേലിലൂടെ അവർ നടപ്പിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല റഷ്യ ഉക്രൈൻ ആ ഒരു യുദ്ധമാണെങ്കിൽ തന്നെ നമ്മൾ എത്രയോ നാള് 3 വർഷത്തിന് അധികമായിട്ട് ഇദ്ദേഹം ഇന്ന് മാറ്റും നാളെ മാറ്റും ഉക്രൈനെ വിളിച്ച് ഇപ്പൊ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച പോലും അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഉക്രൈനുമായിട്ട് സംസാരിക്കും. അതിന്റെ തൊട്ടു പിന്നാലെയാണ് റഷ്യ, എനിക്ക് തോന്നുന്നു 3 വർഷത്തിൽ കഴിഞ്ഞതിന് 3 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഒരു ആക്രമണം അന്ന് റഷ്യ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് സമാധാനം വേണം അല്ലെങ്കിൽ ഇവരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് വലിയ ആക്രമണം ഉണ്ടായത്. ഇപ്പൊ ഇറാന്റെ കാര്യത്തിൽ തന്നെ ഇനി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇറാൻ വളരെ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിച്ചത്, ഇസ്രായേൽ തിരിച്ച് പ്രതികരിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ രാജ്യങ്ങൾ ഒരിക്കലും ട്രംപിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. അയാൾ ശരിക്കും ഇപ്പോൾ ഒരു ജോക്കറായിട്ട് മാറിയിരിക്കുകയാണ് രാജ്യങ്ങളുടെ ഇടയിൽ. അല്ല, അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. ഇത്രയും യുദ്ധം നടക്കുമ്പോൾ പണ്ടെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം തന്നെ ഇസ്രായേലും ഇറാനും ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവസാന ഘട്ടത്തിലുള്ള ഈ സംഘർഷത്തിന് പിന്നാലെ അദ്ദേഹം തെറി വിളിക്കുകയാണ് അല്ലേ. കാരണം പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് തെറി വിളിക്കുകയാണ്. ഈ രാജ്യങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന രീതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നല്ല ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് തന്നെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ആ രീതിയിലാണ് എന്തായാലും ട്രംപിന്റെ നിലപാട്. അത് ഇന്ത്യയോടും അങ്ങനെ ഒരു കളി കളിക്കാൻ നോക്കി, അത് നടന്നിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ജയശങ്കർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അമേരിക്കയുടെയും ട്രംപിന്റെയും ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ വെറും ഒരു പ്രസ്താവനയാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്, പലതവണ ആവശ്യപ്പെട്ടു, ഇത്തരം കരാറിലെത്തണം, വെടിനിർത്തൽ കരാറിലെത്തണം, തങ്ങൾ ഈ ആക്രമണം നടത്തുകയാണെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ജയശങ്കർ ഉൾപ്പെടെയുള്ള നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ, സൈനികർ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുകയും ഈ സംഘർഷത്തിൽ നിന്നും പിന്നോട്ട് പോയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.